ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ പിന്നെ എനിക്ക് മടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പം പിന്നെ എനിക്കങ്ങ് വീഡിയോ എടുക്കാൻ തോന്നും, പക്ഷേ മടിയാണ്. പിന്നെ അതുപോലെ സമയമില്ലായിരുന്നു, എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ച് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം സമയം ഒത്തിരിക്കുകയാണ്. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ചോദിച്ചായിരുന്നു, ഫാക്റ്റ് അബൌട്ട് മീ ചോദിച്ചായിരുന്നു. കുറേ പേര് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു, ഒരു രസമില്ല ഇതൊക്കെ. അപ്പം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെന്താ, ഇത് ഒത്തിരി ലോങ് ആണെങ്കിൽ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാം. കുറച്ചേ ഉള്ളെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം പിന്നെ എല്ലാവരും കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പേരെന്ത് അതുണ്ട്, അതൊക്കെ ഞാൻ ഇതിൽ കൂടെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയും കൂടെ വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ടോപ്പിക്ക് ഞാൻ എടുത്തത്. അപ്പം ഞാൻ വിചാരിച്ച് ചെയ്യാം. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, പേരാണല്ലോ ആദ്യം പറയേണ്ടത്. അപ്പം എൻ്റെ പേര് എൻ്റെ യൂട്യൂബിലെ പേര് ശ്രീലു ലച്ചൂസ് എന്നാണ്. പക്ഷെ എൻ്റെ യഥാർത്ഥ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ശ്രീലക്ഷ്മി TR എന്നാണ്. എന്നെ TR എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. കാരണം എൻജിൽ വെച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കുറേ ശ്രീലക്ഷ്മിമാരൊക്കെ കാണുമല്ലോ ക്ലാസ്സിലൊക്കെ. അപ്പം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ശ്രീലക്ഷ്മി TR എന്നാണ് എന്നെ വിളിക്കാറ്. അപ്പം TR ഇൻഷിൽ വെച്ചാണ് എന്നെ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് എൻ്റെ ഹൈറ്റ് വെയിറ്റൊക്കെയാണ്. എന്നെ കണ്ടിട്ട് എത്ര തോന്നിക്കും? എനിക്ക് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ റീസെൻ്റ്ലി ഹോസ്പിറ്റലിൽ പോയപ്പോൾ നോക്കിയായിരുന്നു. ഒരു 58 കിലോ ഉണ്ട്. 58 കിലോ ഉണ്ട്. എങ്ങനെ 58 കിലോ വന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഹൈറ്റ് 5.4 ആണ്. എനിക്ക് ഭയങ്കര ഹൈറ്റൊന്നും എനിക്കില്ല. അപ്പം വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു, ഒരു 3-4 കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. കുറയ്ക്കണം, നടക്കത്തില്ല. അടുത്തെന്ന് പറയുന്നത് ഫേവറേറ്റ് ഫുഡാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ത്? സദ്യയാണ്, വേറൊന്നുമല്ല. എനിക്ക് സദ്യയാണ് ഇഷ്ടം. പിന്നെ എനിക്ക് കുറച്ചിഷ്ടം കൂടുതലായിട്ടുള്ളത് പൊറോട്ടയും ബീഫ് കറിയും ആണ്. പിന്നെ പഴംപൊരിയും ബീഫ് കറിയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്യാൻ യു കുക്ക്? ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഒരു കുറച്ചൊക്കെ ആവശ്യത്തിനൊക്കെ എല്ലാം കഴിച്ച് പോകാൻ പറ്റിയ സംഭവങ്ങളൊക്കെ അറിയാം എനിക്ക്. അല്ലാതെ ഭയങ്കരമായ കുക്കിംഗ് ഒന്നുമല്ല ഞാൻ, കുറച്ചൊക്കെ അറിയാം. അടുത്ത റിലേഷൻഷിപ്പ്, സിംഗിളാണ് ഗൈസ്. എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല, ഞാൻ സിംഗിളാണ്. ആരും വിശ്വസിക്കത്തില്ലെന്നറിയാം. സിംഗിളാണ് ഗൈസ്. ഫേവറേറ്റ് മൂവി ഏതാണ്? അപ്പം എനിക്ക് അങ്ങനൊന്നുമില്ല. പക്ഷേ ചില സിനിമ കാണുമ്പോൾ എനിക്കങ്ങ് എന്തോ ആ ഒരു സ്റ്റോറി നമ്മുടെ ഹാങ് ഓവറാണ്. എനിക്കെന്തോ അങ്ങനെ ഒരാഴ്ചത്തേക്ക് പിന്നെ ആ സിനിമയുടെ ഒരു ഇതാണ്. എനിക്കങ്ങനെ റീസെൻ്റ്ലി എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. പക്ഷേ സ്റ്റോറി നല്ലതാണെങ്കിൽ നമുക്ക് ഹേർട്ടാവുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചിലർക്ക് ഇങ്ങനെ ആ സിനിമ ഇങ്ങനെ കിടക്കും. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക, അതൊക്കെ ആയിരിക്കും. എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത എന്നെ അപ്സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്ക് പിണങ്ങിയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കും, ഫ്രണ്ട്സിനോടാണെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പിണങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരുമാതിരി വല്ലാതാണ് എനിക്ക്. പിന്നെ പിന്നെയെന്ന് പറയുന്നത് അതൊക്കെയല്ല, പിണങ്ങിയിരിക്കുക. പിന്നെ മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അത് എന്താണേലും എന്തോ അയ്യോ എന്ന് എനിക്ക് തോന്നും. അല്ലാതെ വേറെ ഒന്നും എനിക്ക് അപ്സെറ്റാക്കാൻ. പിന്നെ ഫുഡൊക്കെ കിട്ടിയില്ലെങ്കിലുള്ളൊരു വിഷമമുണ്ട്, നമ്മൾ വിചാരിച്ച ഫുഡൊക്കെ കിട്ടിയില്ലെങ്കിൽ. പിന്നെന്താ, സെലിബ്രിറ്റി ക്രഷൊന്നും എനിക്കില്ല. പിന്നെ ആക്ടേഴ്സിനെ ഇഷ്ടമാണ്. എനിക്ക്
മലയാളത്തിലെ ആക്ടറിനെ ഇഷ്ടം ടൊവിനോയാണ്. തമിഴിൽ എനിക്ക് വിക്രത്തിനെയാണ് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് വിക്രത്തിനെ. എനിക്ക് അങ്ങനെ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്നില്ല. പിന്നെ പിന്നെന്തോ വെൻ വാസ് ലാസ്റ്റ് ടൈം യു ക്രൈഡ്? ഞാൻ അങ്ങനെ കരയാറുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ കരയാറുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ കരയുവാണെങ്കിൽ ഇല്ല. അങ്ങനെ ഞാൻ ഇപ്പം കരയാമെന്ന് പറയുന്നത് ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല ഞാൻ കരഞ്ഞത്. അടുത്ത ഡു യു സ്പീക്ക് എനി അതർ ലാംഗ്വേജ്? ഞാൻ മലയാളം അല്ലാതെ ഇംഗ്ലീഷ് കൊഞ്ചം തെറിയും. പിടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഇംഗ്ലീഷൊക്കെ അറിയാം. പിന്നെ തമിഴ് കുറച്ചൊക്കെ അറിയാം. തമിഴ് കുറച്ചൊക്കെ അറിയാം. ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾ നിർത്തിപ്പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അടുത്ത ഭയം വന്നിട്ട് എനിക്ക് ഹൈറ്റ് പേടിയാണ്. നമ്മൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുമല്ലോ, ഭയങ്കര പൊക്കത്തിലൊക്കെ നിൽക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് തരാറങ്ങും. പിന്നെ വന്നിട്ട് വെള്ളം പേടിയാണ്. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളു. ഹൈറ്റും പേടിയാണ്, വെള്ളം പേടിയാണ്. അടുത്ത പിന്നെ ഈ വണ്ടി സ്പീഡ് ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു മിനിമം സ്പീഡ് നമ്മൾ ഓടിക്കുമല്ലോ, അല്ലാതെ കൂടുതൽ ഞാൻ സ്പീഡ് ഓടിക്കുമ്പോൾ എനിക്ക് പേടിയില്ല. ഇപ്പം നമ്മൾ പുറകെ ഇരുന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അടുത്ത പാട്ട്, എനിക്ക് പാട്ട് ഇഷ്ടം സൂര്യയുടെ ഒരു പാട്ടുണ്ട്, മുൻപേ വാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഒരു ഇപ്പം ഭയങ്കര കൂടുതൽ ഇഷ്ടം റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്ങൊക്കെയാണ് കേട്ടോ. അടുത്ത ക്ലീനിങ് എനിക്കിഷ്ടമാണ്, പക്ഷെ മടിയാണ്, ചെയ്യാറില്ല. അമ്മ എന്നെ ഇവിടെ എപ്പോഴും വഴക്ക് വരുന്നത് ക്ലീൻ ചെയ്യാത്തതിനാണ്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത ഡാൻസ്. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ നിർത്തി. പിന്നെ നമ്മൾ +1 +2 ആ ടൈമൊക്കെ ആകുമ്പം ക്ലാസ്സൊക്കെ ഇല്ലേ, അപ്പം പിന്നെ ഞാൻ അതൊക്കെ നിർത്തിയെന്ന് പറഞ്ഞാൽ നിർത്തി. പിന്നെ അമ്മ പറഞ്ഞ് പോണ്ടെന്ന് പറഞ്ഞു, പഠിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വെച്ചായിട്ട് അമ്മ പറഞ്ഞ് പഠിത്തത്തിൽ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചുമ്മാ വീട്ടിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലാതൊന്നുമില്ല. അടുത്ത ഓൺലൈൻ മീഡിയ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഓൺലൈൻ മീഡിയ ഇൻസ്റ്റാഗ്രാമാണ്. പിന്നെ യൂട്യൂബിൽ ഞാൻ കൂടുതൽ കാണുന്നത് മൂവീസാണ്. മൂവീസ് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത്. അടുത്ത് അപ്പോൾ പിന്നെ അടുത്തെന്ന് പറയുന്നത് ട്രാവലിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ, പക്ഷേ കൊണ്ടുപോകുന്നവരുമില്ല. വീട്ടിൽ നിന്നൊക്കെ പോവും. ഞാൻ പോയിട്ടുള്ളത് ആകെ ടൂറാണ്. നമ്മുടെ 10th പോയിട്ടുണ്ട്. +2 ഞാൻ പോയിട്ടില്ലെന്ന് തോന്നുന്നു. +2 ഞാൻ പോയിട്ടില്ല. പിന്നെ അവിടെ കോളേജിൽ ഞാൻ പോയി. +2 എന്നെ വിട്ടിട്ടില്ല. 10th കോളേജിൽ ഞാൻ പോയൊരു ടൂറ്, അത് തന്നെ കാലി പിടിച്ചാണ് പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് മഴയത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം മഴയത്ത് ഇങ്ങനെയൊക്കെ പെയ്ത് നിങ്ങളായിരിക്കും എനിക്കിത് വട്ടാണ്, അങ്ങനെയൊന്നുമില്ല, സ്വാഭാവികം. അടുത്ത പിന്നെ നമ്മുടെ ഈ സീസൺ എന്ന് പറയുമ്പോൾ സമ്മർ, വിൻ്റർ ഒക്കെയുള്ള. എനിക്ക് തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ ഭയങ്കര ശ്വാസമുട്ടലുണ്ട്. ഭയങ്കരമായിട്ടില്ല, സീസൺ വൈസാണ്. പിന്നെ ചൂട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തണുപ്പും. എനിക്ക് രണ്ടും പറ്റില്ല. പിന്നെ എങ്ങനെ ജീവിക്കുന്നത് ചോദിച്ചാൽ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത്. പിന്നെ ടാറ്റു. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് മറ്റേ നമ്മുടെ ദൈവത്തിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ടാറ്റു അടിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ചോദിച്ചപ്പം വേണ്ട, അടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചെയ്തില്ല. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തില്ല.
പിന്നെ ഈ പൊളിറ്റിക്സിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല. അതെനിക്കറിയത്തില്ല, എനിക്കിഷ്ടമല്ല. എനിക്ക് അവർ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. പിന്നെ നമ്മൾ ഈ ന്യൂസിലൊക്കെ ഡിബേറ്റൊക്കെ കേൾക്കുമല്ലോ, അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ അടി ഇവിടെ അടി അങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇങ്ങനെ ആകാംക്ഷയാണ് പറയുന്നതൊക്കെ കേൾക്കാൻ. പിന്നെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്ന് പറയുന്നത് ഓൾഡ് മലയാളം മൂവി എനിക്ക് ഇഷ്ടം. അല്ല, കമ്പൈൻ ചെയ്യാം. ഓൾഡ് മലയാളം മൂവി, ന്യൂ മലയാളം മൂവി എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഓൾഡ് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് നമുക്ക് തരുന്നത്. പുതിയ മൂവിയൊക്കെ നമുക്ക് ഒന്നും അല്ല സംഭവം. ആ സിനിമയിലൊക്കെ നമ്മുടെ ഒരു ഈ നാട്ടുമ്പുറമൊക്കെ ഉണ്ടല്ലോ, സൂപ്പറെ കാണാനൊക്കെ കുളവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ സിനിമയൊക്കെ. ഞാൻ എപ്പോഴും യൂട്യൂബിലെടുത്ത് കാണുന്നത് പഴയ സിനിമകളൊക്കെയാണ്. പുതിയ സിനിമയെക്കാട്ടി കൂടുതൽ എനിക്കിഷ്ടം, കാണാൻ താല്പര്യം എനിക്ക് പഴയ സിനിമയൊക്കെയാണ്. പിന്നെ ഹൊറർ മൂവീസ് പേടിയാണ്, കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ രാത്രിയിൽ ഞാൻ കാണാറില്ല. പകലാണ് ഞാൻ കൂടുതൽ കാണാറ്. രാത്രി കണ്ടാൽ പിന്നെ എനിക്ക് അന്ന് രാത്രി എനിക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഞാൻ കാണാറേ ഇല്ല. പിന്നെന്താ, കാസ്റ്റ് അതൊക്കെ വേണം. ഹിന്ദുവാണ്, അത്രേ പറയുന്നുള്ളൂ. പിന്നെയെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടായ സിറ്റുവേഷൻസ്. എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ ഓവർകം ചെയ്യാനാണ് പതിവ്. കൂടുതലും ഞാൻ ഇഗ്നോർ ചെയ്യും, വലിയ മൈൻഡിലോട്ട് എടുക്കത്തില്ല. കാരണം പിന്നെ നമ്മളത് ആലോചിച്ചുകൊണ്ടിരുന്ന് സീനാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് എടുക്കാറില്ല. ഞാനത് ഫുൾ ഇഗ്നോർ ചെയ്ത് കളയും. പിന്നെ ക്രൈം മോഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. എന്തെങ്കിലും ചെറിയ വിഷയം വന്നാൽ അത് ഞാൻ പെട്ടെന്ന് കരയും. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെ ഉള്ളൊരു ശീലമാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഞാൻ കരയുന്ന ഒരാളാണ്. പിന്നെ ജ്യൂസൊക്കെ എനിക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ ആപ്പിൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസൊന്നും എനിക്ക് ഇഷ്ടമല്ല. ആപ്പിൾ ജ്യൂസ് അങ്ങനെ കുറേ ജ്യൂസൊക്കെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ കുടിക്കും. പിന്നെന്താ, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എനിക്കുണ്ട്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് എനിക്കെന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പം അവരെക്കാട്ടി ഇൻട്രസ്റ്റ് എനിക്കാണ് ആ കാര്യം, അവരുടെ കാര്യം നടത്തിയെടുക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്കാണ് കൂടുതൽ അവരെക്കാട്ടി. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് വന്ന് തിരിച്ച് റിവേഴ്സ് അടിക്കുന്നത് എനിക്കായിരിക്കും. പക്ഷെ നമ്മളത് അപ്പം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കത്തില്ല. പക്ഷെ എനിക്കങ്ങനെ കുറേ പറ്റിയിട്ടുണ്ട്. ഞാൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്ന് പറയത്തില്ലേ, ആ ഒരിതാണ് എനിക്ക്. പഠിക്കുമായിരിക്കും, പഠിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ നമുക്കത് അവരുടെ വിഷമമൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് സഹായിക്കാനാണ് തോന്നുന്നത്. അടുത്ത് ഫാസ്റ്റ് ഫുഡ്. ഞാൻ ഇപ്പോൾ പറയുവാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ജങ്ക് ഫുഡ്സൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. നമ്മുടെ പിസ്സ, ബർഗർ സംഭവം അങ്ങനെയൊക്കെ കുറേ സൈഡിലോട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ബർഗർ കഴിച്ചത് അവസാനമായിട്ട് +2 ഫെയർവെല്ലിനാണ് ഞാൻ ബർഗർ കഴിച്ചത്. അത് ഞാൻ എടുത്ത് കളയാണ് ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെയുള്ള സാധനം ഞാൻ ഇതുവരെ കഴിച്ചില്ല. മറ്റേ റോളും ഇതൊക്കെയാണ്, അങ്ങനെയൊക്കെ ഇതുകൊണ്ടൊക്കെ സാധനമൊക്കെ ഉണ്ട്, കടയിൽ ഇരിക്കുന്നതൊക്കെ കാണും. പക്ഷെ ഞാനത് വാങ്ങിച്ച് കഴിക്കാറില്ല. എനിക്കെന്തോന്ന് അറിയത്തില്ല, എനിക്കതിഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല. പിന്നെ ഷെയറൊക്കെ ചെയ്യുമ്പോൾ കഴിക്കും, അല്ലാതെ എനിക്ക് അങ്ങനെ ബർഗർ എനിക്കിഷ്ടം എന്തോന്നറിയത്തില്ല. എനിക്കിഷ്ടമാണ് കാണുമ്പോഴേ എനിക്കെന്തോ അല്ലാതെ. പക്ഷേ ആൾക്കാരൊക്കെ കഴിക്കുന്നതാണ്, ടേസ്റ്റ് ഉണ്ടായിട്ടായിരിക്കും, അവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്കിഷ്ടമല്ല. പിന്നെ സ്വിമ്മിങ്, എനിക്ക് നീന്താൻ അറിയത്തില്ല ഗൈസ്. ഞാൻ ആദ്യമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, എനിക്ക് വെള്ളം പേടിയാണ്. അതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല, നോക്കത്തുമില്ല. എനിക്ക് വെള്ളം ഹൈറ്റും ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്വിമ്മിങ് വെള്ളത്തിലേക്കും, അപ്പം ഞാനത് ചെയ്യാറില്ല. റൊമാൻറ്റിക്കാണോ എന്ന് വെച്ചാൽ കുറച്ച് റൊമാൻറ്റിക്കാണ്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് റൊമാൻറ്റിക് സോങ്സും ഒക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ റൊമാൻറ്റിക്കാണ്. പിന്നെ ഇഞ്ചക്ഷൻ പേടിയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയല്ല. പിന്നെ നമ്മൾ ഇങ്ങനെ കുത്താൻ വരും,
കുത്താൻ വരുമ്പം ആ ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ എനിക്ക് ഭയങ്കര ഇതാണ്, അല്ലാതൊന്നുമല്ല. അടുത്ത വന്നിട്ട് കളർ. എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. ഗ്രീന്, പിന്നെ ഗ്രേ ഇഷ്ടമാണ്, പിങ്ക്. ഇപ്പം ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചേരുന്നത് ബ്ലാക്ക് പറയുന്നതാണ് കേട്ടോ. ബ്ലാക്ക് ഗ്രീന് ഡ്രസ്സ് ചേരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ. ഞാൻ അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും പിന്നെ എന്തേലും എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തുതന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ഫൗണ്ടേഷനും ഒന്നും യൂസ് ചെയ്യാറില്ല ഗൈസ്. സംഭവമൊന്നും യൂസ് ചെയ്യാറില്ല. ആകെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ടുണ്ടോ എന്ന് പോലും നാട്ടുകാർക്ക് അറിയത്തില്ല. പെർഫ്യൂം ഞാൻ യൂസ് ചെയ്യാറില്ല. സ്പ്രേ യൂസ് ചെയ്യത്തില്ല. എനിക്കറിയത്തില്ല, എനിക്കിഷ്ടമല്ല. പിന്നെന്താ അടുത്ത സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാറുണ്ടോ? ഞാൻ സംസാരിക്കാൻ ഫസ്റ്റ് ഒരു മടിയാണ്. പിന്നെ അവരിങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കും. അല്ലാതെ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് കേട്ടോ. സംസാരിക്കാനൊക്കെ ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഒറ്റയ്ക്കായിരിക്കുന്നതുകൊണ്ട് മടിയൊന്നുമില്ല. മടി വരത്തില്ല, നമ്മൾ ഒറ്റയ്ക്കല്ലേ, പിന്നെ മടിയില്ല. പിന്നെ അടുത്ത ഹെയർ ടൈപ്പാണ്. അതുകൊണ്ട് എൻ്റെ മുടി കണ്ടു ഞാനൊന്ന് സ്ട്രെയിറ്റും ചെയ്തായിരുന്നു, പിന്നെ അത് നിർത്തി. പിന്നെ മുടി മൊത്തം പോയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല. എൻ്റെ ഈ ഒരു ഭയങ്കര ചുരുണ്ടതുമല്ല, എന്നാലും ഒരു രസം, കിടക്കാൻ നല്ല രസമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് എൻ്റെ മുടി. ഞാൻ ഈ ഇടയ്ക്കാണ് വെട്ടിക്കളഞ്ഞത്. അതെൻ്റെ ഒരു കുഴപ്പം കൊണ്ട് എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞു. പിന്നെ അത് പയ്യെ വളരുന്നുള്ളൂ. അമ്മ എന്നെ ചീത്ത വിളിക്കാത്ത ദിവസങ്ങളില്ല. പിന്നെ അടുത്ത ജാട. എനിക്ക് എന്താണ് ഓക്കെ, എല്ലാവരും പറയാറുണ്ട് കാരണം ഞാൻ ഇതായിട്ട് മിണ്ടത്തില്ല. അപ്പം പിന്നെ എല്ലാവരും ജാടയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അടുത്ത് കഴിഞ്ഞാൽ ഞാൻ ജാടയാണെന്ന് ആരും ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ മിണ്ടാതൊക്കെ ഇരിക്കുമ്പം എല്ലാവരും പറയും ജാട നോക്കി, ഇത് ജാടയുള്ള പിന്നെ പോകുന്നു എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരാരും ജാടയായിട്ട് പറഞ്ഞു ഇത്രയും മന്ദബുദ്ധി ഒരു പെൺകൊച്ച് ലോകത്തില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വട്ടാന്ന് തോന്നുന്നു. അടുത്ത പെറ്റ്സ്. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് മരിച്ചുപോയി. അത് എന്തോ അസുഖം വന്ന് മരിച്ചു പോയതാണ്. എനിക്കിഷ്ടമാണ്. എനിക്ക് ബ്രീഡിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ലാബ് നമ്മുടെ സിനിമ ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഇതായിരുന്നു റിംഗ് മാസ്റ്ററിൻ്റെ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അയ്യോ വാങ്ങിക്കണം, പക്ഷെ വാങ്ങിച്ചില്ല. അടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് എനിക്കുണ്ട്. നമ്മളെല്ലാവർക്കും കാണുമല്ലോ ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ 21 വയസ്സില്ല, 20-ലോ 21-ലാണ് ഞാൻ ലൈസൻസ് എടുത്തത്. 4 വീലറുണ്ട്, 2 വീലറുണ്ട്. പക്ഷെ ഓടിക്കാൻ അറിയാവുന്നത് 2 വീലറുണ്ട് കേട്ടോ. ഓടിക്കാൻ മറ്റേ 4 വീലർ എനിക്ക് ലൈസൻസേ ഉള്ളൂ. പക്ഷെ വലുതായിട്ട് എനിക്ക് ഓടിക്കും. കാരണം ഞാൻ ടച്ച് വിട്ടുപോയി. കുറേ നാളായി ഞാൻ ഓടിച്ചിട്ട്. കാറില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടിക്കാറില്ല. പിന്നെ ഡ്രസ്സിങ് സെൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രഡീഷണൽ തന്നെയാണ്. പാവാടയും ഉടുപ്പൊക്കെയാണ്. പിന്നെ ജീൻസും മോഡേണൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ മോഡേണിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ക്രോപ്പ് ടോപ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്രാവലിംഗ് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബൈക്കിൽ പോകുന്നതാണ്. പിന്നെ ഫ്ലൈറ്റിൽ പോകുന്നത് ഇഷ്ടമല്ല, കയറിയിട്ടില്ല. എനിക്ക് ഇഷ്ടം ട്രെയിനിൽ പോകുന്നതാണ്. ട്രെയിന് വലിയ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. ട്രെയിനിലെ ഫുഡ് എനിക്കിഷ്ടമല്ല. പക്ഷെ ട്രെയിനിൽ നമ്മൾ വിൻഡോ സീറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ യാത്ര കണ്ട് പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോകണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ വീട്ടിൽ നിന്നുള്ള
ഇതൊക്കെ ഉള്ളു. വീട്ടിൽ പഠിക്കുന്നിടത്ത് പോവുക, തിരിച്ചു വരിക, വീട്ടിൽ പിന്നെയും പോവുക, രാവിലെ തിരിച്ചു വരിക, അങ്ങനെയുള്ളൂ. പിന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ അങ്ങ് ഒറ്റയ്ക്കൊന്നും ഞാൻ എങ്ങും പോയിട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് ഹോബീസാണ്. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റീഡ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് വായി നോക്കൽ, അതും ഇഷ്ടമാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. ഫുഡ് മുഖ്യം ബിഗില് എന്ന് പറയുന്ന പോലെ ഫുഡ് ഇഷ്ടമാണ്. ഗോൾ, ഇങ്ങനെ പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ച് പോണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്ക്. എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എഡ്യൂക്കേഷൻ, ഞാൻ +1 +2 ഞാൻ കൊമേഴ്സ് മാത്സ് ആയിരുന്നു. പിന്നെ ഞാൻ BCom ആണ് ഡിഗ്രി പഠിച്ചത്. സെലിബ്രിറ്റി ക്രഷൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫേവറേറ്റ് നമ്പർ 4. ഇഷ്ടമല്ലാത്ത കാര്യമെന്ന് പറയുന്നത് നമ്മളെ ഇപ്പം എങ്ങനെ ഞാൻ പറഞ്ഞു തരിക, ഇപ്പോൾ എനിക്ക് അക്സെപ്റ്റൻസ് കുറവായുള്ളവരോട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മളിപ്പം 1, 2, 3 വട്ടം പറയുക, നമ്മളങ്ങനെ ചെയ്തില്ല എന്നൊക്കെ നമ്മളൊരു ഇത് പറയുമല്ലോ, മനസ്സിലാക്കി കൊടുക്കുമല്ലോ. അതവർ അക്സെപ്റ്റ് ചെയ്യുക. ഒരു വട്ടം പറഞ്ഞാൽ പോട്ടെ, മനസ്സിലായില്ല എന്നായിരിക്കും. പിന്നെ അത് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. എനിക്കിഷ്ടമല്ല, എനിക്ക് ഭയങ്കര ദേഷ്യം വരും ആ ഒരു കാര്യത്തിൽ. അല്ലാതൊന്നുമില്ല, ഞാനൊരു പാവം കൊച്ച. ഫേവറേറ്റ് ആക്ട്രസ് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് പ്ലേസ് വന്നിട്ട് നമ്മുടെ സ്ഥലമൊക്കെ തന്നെ. പിന്നെ എനിക്ക് വേൾഡിൽ പറയുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടുത്തെ പ്രകൃതി നല്ല രസമാണ് കാണാനൊക്കെ. അല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് ഇഷ്ടം കേരളം അല്ലാതെ എനിക്ക് വേറെ ഇഷ്ടം ഇങ്ങനെയൊന്നും ഇല്ല, എല്ലാം ഇഷ്ടമാണ്. അപ്പം ഇത്രയൊക്കെയാണ്. ഇനി വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സൊക്കെ കാണും, സോറി, ക്ഷമിക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞ് ലോങ് ആണെങ്കിൽ ഞാൻ പാട്ടായിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഇത് തന്നെ ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.